രാഷ്ട്രത്തിന്റെ സകല സംവിധാനത്തെയും നോക്കുകുത്തിയാക്കിയും വെല്ലുവിളിച്ചും ഹിന്ദുത്വവാദികൾ ബാബരി മസ്ജിദ് തകർത്തിട്ട് ഇന്നേക്ക് 32 വർഷങ്ങൾ പിന്നിട്ടു. മുസ്ലിങ്ങളടക്കമുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾക്ക് സാമൂഹിക നീതിയും സുരക്ഷയും ഉറപ്പാക്കി ഭരണഘടന തയ്യാറാക്കിയ ഡോക്ടർ ഭീംറാവു അംബേദ്കറിന്റെ ചരമവാർഷികം തന്നെ പള്ളി തകർക്കാൻ സംഘപരിവാർ തെരഞ്ഞെടുത്തത് ചരിത്രത്തോട് ചെയ്ത മറ്റൊരു ക്രൂരത. ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏറ്റവുമധികം വിശ്വസിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ മൗനാനുവാദത്തോടെയാണ് കർസേവകർ 4.5 നൂറ്റാണ്ടോളം പഴക്കമുള്ള ബാബരി പള്ളി തകർത്തത്. തകർക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ച് ലക്ഷക്കണക്കിന് കർസേവകർ പിന്നീട് ഉപപ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയുമൊക്കെയായ BJP നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ സൈന്യത്തെയും പോലീസിനെയും മാധ്യമങ്ങളെയും സാക്ഷിയാക്കി പള്ളിയുടെ താഴികക്കുടങ്ങൾ ഓരോന്ന് തകർക്കുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരേറ്റവും വിശ്വസിക്കുകയും പിന്തുണക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള വിശ്വാസം കൂടിയായിരുന്നു ആ ഒരു ഞായറാഴ്ച തകർന്നു വീണത്. 1949 ഡിസംബർ 22 രാത്രി ഇശാ നിസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ ഇമാം പള്ളി പൂട്ടിപ്പോയ ശേഷം ഹിന്ദുത്വ സംഘം അതിക്രമിച്ചു കയറി പള്ളിക്കുള്ളിൽ രാമവിഗ്രഹം സ്ഥാപിച്ചതു മുതൽ തുടങ്ങുന്നു ബാബരി മസ്ജിദിന്റെ തകർച്ചയിലേക്ക് നയിച്ച ക്രോണോളജി. ആ വഞ്ചനക്ക് നിയമപരിരക്ഷ ഒരുക്കിക്കൊടുത്തത് ഒരു മലയാളിയായിരുന്നു, ഫൈസാബാദ് ജില്ലാ ഭരണാധികാരിയായ KK നായർ. അദ്ദേഹം പള്ളി അടച്ചിടാൻ ഉത്തരവിട്ടു. പിന്നീട് ആ പള്ളി നിസ്കരിക്കാനായി തുറന്നിട്ടില്ല. അതിൻ്റെ മെഹ്റാബിൽ നിന്ന് ബാങ്കുവിളിയും ഉയർന്നില്ല. ബാബരി മസ്ജിദ് നിലനിന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ കോടതിയിൽ നിന്നുണ്ടായ വിധിയും ന്യൂനപക്ഷത്തിൻ്റെ മുറിവിൽ ഉപ്പ് തേക്കുന്നതായി. പള്ളി നിലനിന്ന സ്ഥലത്ത് ക്ഷേത്രമുണ്ടെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ട് പോലും ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരം മാനിച്ച് ബാബരി ഭൂമി ഹിന്ദു വിഭാഗത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു. പകരം കുറച്ചകലെ 5 ഏക്കർ ഭൂമി പള്ളി സ്ഥാപിക്കാനായി ചോദിക്കുക പോലും ചെയ്യാതെ തന്നെ മുസ്ലിങ്ങൾക്ക് അനുവദിച്ചു. പള്ളി നിലനിന്ന സ്ഥാനത്ത് സുപ്രീം കോടതിയുടെ അനുമതിയോടെ രാമക്ഷേത്രം നിർമ്മിച്ചു. അതിൻ്റെ പൂജാകർമ്മങ്ങൾക്ക് ജനാധിപത്യ മതേതര ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം വഹിക്കുകയും ചെയ്തു. എന്നാൽ മുസ്ലിങ്ങൾക്കായി അനുവദിച്ച 5 ഏക്കർ അവിടെ കാടുപിടിച്ച് പരിഹാസ്യത്തോടെ രാഷ്ട്രത്തിൻ്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് നേരെ ദൈന്യതയോടെ ഇപ്പോഴും നോക്കിയിരിപ്പുണ്ട്. ബാബരി മസ്ജിദിൻ്റെ സ്ഥാനത്ത് രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞു. എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ബാബരി ഭൂമിയുടെ ഉടമസ്ഥാവകാശ കേസിൽ വിധി പറഞ്ഞതു മുതൽ തുടങ്ങി അടുത്ത അവകാശവാദം. മധുരയിലെ ഈദ്ഗാഹ് മസ്ജിദ്, വാരാണസിയിലെ ഗ്യാൻവാപ്പി പള്ളി, സംബലിലെ ഷാഹി മസ്ജിദ്, അജ്മീറിലെ ഹസ്രത്ത് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി അന്ത്യവിശ്രമം കൊള്ളുന്ന ദർഗാ ഷരീഫ്, ഏറ്റവും ഒടുവിലായി രാജ്യ തലസ്ഥാന നഗരിയുടെ മുഖങ്ങളിൽ ഒന്നുകൂടിയായ പ്രശസ്തമായ ഡൽഹി ജുമാ മസ്ജിദ്. ഇതെല്ലാം ക്ഷേത്രം തകർത്തുണ്ടാക്കിയതാണെന്ന് അവകാശപ്പെടുന്നു. വിദ്വേഷ പ്രസംഗങ്ങൾക്കും വെറുപ്പ് വിതറുന്നതിനും നിയമ നടപടികൾ നേരിടുന്ന ക്രിമിനലുകൾ ഹർജി കൊണ്ടുവരുമ്പോഴേക്ക് സർവേ നടത്താൻ നിർദ്ദേശം നൽകി നോട്ടീസ് അയക്കുന്ന വിധത്തിൽ ഇന്ത്യയിലെ കോടതികൾ എത്തുകയും ചെയ്തു. രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ ഓരോ ആരാധനാലയത്തിൻ്റെയും ഉടമസ്ഥർ ആരാണോ അതിൻ്റെ ഉടമസ്ഥാവകാശം അവരിൽ തന്നെ നിക്ഷിപ്തമാക്കുന്ന 1991 പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിൽക്കെ ഇത്തരത്തിലുള്ള ഹർജികൾ ഒരു കോടതിയും സ്വീകരിക്കുക പോലും ചെയ്യരുതെന്നാണ്. എന്നാൽ പുതിയ പുതിയ പള്ളികൾക്ക് മേൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും പള്ളികളും മറ്റ് മതസ്ഥാപനങ്ങളും നിലനിൽക്കുന്ന വഖഫ് സ്വത്തുക്കളുടെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്ന നിയമങ്ങൾ ചുട്ടെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടെയാണ് ഈ വർഷത്തെ ഡിസംബർ 6 പിറവി എന്ന് നാം ഓർക്കുക. ന്യൂനപക്ഷ മനസ്സുകളിൽ അരക്ഷിതാവസ്ഥയും നിസ്സഹായതയും കോറിയിട്ട് ഒരു ബാബരി ദിനം കൂടി എത്തുമ്പോൾ ഈ ദിനവും കടന്നു പോകുമെന്ന് നമുക്ക് ആശ്വസിക്കാം.